+1 സയൻസ് എടുത്തപ്പോൾ ഭയങ്കര ടെൻഷനേനി. എങ്ങനെ പഠിക്കുക, എങ്ങനെ എന്തെങ്കിലും ചെയ്യുക. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം സയൻസ് എടുക്കുമ്പോൾ തന്നെ നല്ല ടഫായിരിക്കും. എല്ലാവരുടെ അടുത്തൊന്നും ഇങ്ങനെ കേൾക്കുമ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ 1-2 മാസത്തിലധികമായി. പക്ഷെ ഇപ്പോഴും പല കുട്ടികൾക്കും അറിയില്ല എങ്ങനെയാ പഠിച്ചു തുടങ്ങേണ്ടത് എന്ന്. അവർക്ക് ഒരുപാട് പോർഷൻസ് മിസ്സായിട്ടുണ്ട്. ഇനിയും വരാനുള്ള പോർഷൻസ് പഠിക്കണം. മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. പലരും ഇതിനൊക്കെ ട്രൈ ചെയ്ത് മടുത്ത് ബുക്ക് പൂട്ടി വെച്ച് പരിപാടി നിർത്തിപ്പോവാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എത്തിയിരിക്കുന്ന കുട്ടികളായിരിക്കും അധികം ആൾക്കാരും. അപ്പോൾ നിങ്ങൾ എക്സാമിനെ ബേസ് ചെയ്ത് ഓരോ ചാപ്റ്ററും കവർ ചെയ്ത് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ടെൻഷൻ കൂടി വരികയാണ്. അപ്പൊ ആ ടെൻഷനെ നമ്മൾ മറികടക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ചാപ്റ്റർ വൈസ് അനാലിസിസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് സൈലം കൊണ്ടോട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. സൈലത്തിന്റെ ക്ലാസ്സുകൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന DPPകളുമായിട്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ ക്ലാസ്സിലേക്ക് വരുന്നത്. അതേ സെയിം DPP ഓരോ അധ്യാപകരും അവരുടെ ക്ലാസ്സുകളിലെ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ഇവിടെ ഒരു ബോർഡ് ഇല്ലായിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ്. കാരണം ബോർഡ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പം കുറെ ടാബ് വഴിയൊക്കെ അവര് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതിലേക്ക് ഫോക്കസ് ആവാൻ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. ഇതിങ്ങനെ പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അത് ക്ലാസിന്റെ ഏത് ഭാഗത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ചാപ്റ്റർ കൂടുതൽ വിസിബിൾ ആവുന്നതിനും അതുപോലെ തന്നെ അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇതിൽ ക്ലാസ്സിൽ ഇൻവോൾവ് ആവുന്നതിനും അതുപോലെ തന്നെ ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നതിനൊക്കെ ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഇവിടുത്തെ വീക്ക്ലി ടെസ്റ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് മാർക്ക് കുറഞ്ഞാൽ അടുത്ത എക്സാമിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ യൂഷ്വൽ ട്യൂഷൻ പ്രോഗ്രാംസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഫേസ് ടു ഫേസ് ക്ലാസ് ആണ്. നമ്മൾ വൺസ് ക്ലാസ്സിലിരിക്കണു, കാര്യങ്ങൾ കേൾക്കുന്നു, പോകുന്നു. അപ്പൊ അവിടെ കുട്ടികൾക്ക് പിന്നീട് എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവർ ലീവ് ആവുന്ന സമയത്തൊന്നും വീണ്ടും അത് ഇരുന്ന് കേൾക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സൈലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് എന്തോടെ കൊടുക്കുന്നുണ്ട്, ആപ്പ് സപ്പോർട്ടോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഓൺലൈൻ സെഷൻസ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, ദെൻ റെക്കോർഡ് സെഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഡൗട്ട് വേണമെങ്കിൽ അവിടെയും കൂടെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും യൂഷ്വൽ ആയിട്ടുള്ള ഒരു ക്ലാസിന്റെ കൂടെ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കുന്നത് ആ ഒരു കേട്ട് പോകുന്നതിന്റെ അപ്പുറത്തോട്ട് ഇതും കൂടെ വരുമ്പോഴത്തേക്കും അഡീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ്. DPPനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് വായിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ അപ്പം DPPനെ പുറമെ എക്സ്ട്രാ നോട്ട് നമുക്ക് വരുന്നുണ്ട്. ഏറ്റവും മികച്ച അക്കാഡമിക് എക്സ്പേർട്സ് തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയലുകളാണ് നമ്മളിവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഓരോ ചാപ്റ്ററിനും നമ്മൾ പ്രത്യേകം മെറ്റീരിയലുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഡെയിലി പിന്നെ അവർക്ക് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റികൾ NCERT ബേസ്ഡ് ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ കൺഫൈൻഡ് നോട്ട്സ് ആക്കിയിട്ടാ തരാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ഹോം അസൈൻമെന്റ്സും എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള സ്പേസും എല്ലാം നൽകിക്കൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത്. നമ്മള് മുമ്പ് പഠിച്ചവർക്കൊന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് പറയാൻ ഭയങ്കര കംഫർട്ടബിൾ ആവും. നമ്മളിവിടെ ക്ലാസ്സസിലായാലും ഡൗട്ടുകൾ ചോദിക്കാനായാലൊക്കെ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ചോദിക്കാൻ പറ്റും അവരോട്. അപ്പോൾ അത് തന്നെയാണ് സൈലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നിയത് സയൻസ് ഒരു ടഫ് ആയിട്ടുള്ള വിഷയമല്ല. കാരണം നമുക്ക് പഠിക്കാൻ കഴിയുന്നത് കാരണം സിമ്പിളാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയ എല്ലാം സിമ്പിളാണ്. ഓഫ്ലൈൻ സെന്ററിലേക്ക് വന്ന സമയത്ത് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, മാത്സ് പോലെ PCM സബ്ജക്ട്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയി എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ സൈലം കൊണ്ടോട്ടിയിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ സൈലം കൊണ്ടോട്ടിയിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ സൈലം കൊണ്ടോട്ടിയിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ സൈലം കൊണ്ടോട്ടിയിലെ സ്റ്റുഡൻസ് ആണ്.